ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് BGMI ഡിലീറ്റ് ആക്കാൻ പോവാണ്. കാരണം നമ്മുടെ മൊബൈൽ ലാഗ് അടിക്കുന്നു. അത് കാരണം പുതിയൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലായിട്ട് പോകാം. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഗെയിം ഇൻസ്റ്റാൾ ആക്കാം. അതിന് മുമ്പ് നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ നോക്കുക. സ്ക്രീൻഷോട്ടൊക്കെ നല്ല ഗ്രാഫിക്സ് ഉള്ള പോലെ തോന്നുന്നു. പക്ഷേ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണ്ട, ഇങ്ങനത്തെ ഗ്രാഫിക്സ് ഒന്നും അതിൽ ഗെയിമിലുണ്ടാവില്ല. ഇതിനെക്കാട്ടും കുറഞ്ഞ ഗ്രാഫിക്സ് ആയിരിക്കും ഗെയിമിലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളെ ഗെയിം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ കളിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഗെയിം ലോഡിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും എന്തെങ്കിലും അഡീഷണൽ ഫയൽ ഉണ്ടാവും ഡൗൺലോഡ് ചെയ്യാൻ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അഡീഷണൽ ഫയലുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ ഗെയിം ലോഡിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോഡിങ് കാത്തിരിക്കേണ്ടി വരുമോ എന്നറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം, നോക്കാം. അപ്പോൾ കാത്തിരിക്കണമെന്നില്ല, പെട്ടെന്ന് നമ്മളെ ഗെയിം തുറന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പ്ലേ ചെയ്യാം. ഇവിടെയും ലോഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നേക്കണ ഇപ്പം ക്യാരക്ടർ ചൂസാണ്. നമുക്ക് തിരിച്ച് പാക്കാൻ ക്യാരക്ടർ ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ പേര് മാറ്റിയിട്ട് കില്ലർ റാബിറ്റ് ഗെയിമിംഗ് ആക്കാം. അല്ലെങ്കിൽ വേണ്ട, ഷോർട്ട് ഫോം ആക്കാം. KRG എന്നാക്കാം. അപ്പോൾ KRG നാക്കിയിട്ട് ഓക്കെ എടുക്കാം. നമ്മുടെ ഗെയിം ലോഡിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഗെയിം പ്ലേ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഗെയിം പ്ലേ നല്ലൊരു ഗ്രാഫിക്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ്. പക്ഷേ അധികം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. നടപ്പൊക്കെ കൊള്ളാം, പൊളിയാണ്. നമ്മുടെ ഇത് എന്ത് ഗെയിമാണ് നമ്മൾ അറിയാണ്ടാക്കി എത്തിയിരിക്കുന്നത്. നമ്മൾ ആ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ട്. ഒരുമാതിരി PC ഗെയിം പോലത്തെ ഗെയിമായതുകൊണ്ട് നമുക്ക് എത്തിക്കണത്. നമുക്കിതെങ്ങനെ കളിക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ വെറുതെ എത്തിക്കണത്. ഇതെന്താണ്? മെർച്ചൻസ് അഡഗർ. ഇഫ് യു ഹാവ് കോയിൻ ഐ ഹാവ് വാട്ട് ഹീറോ. ഇതെന്താ സംഭവം? ഇതൊന്നും എനിക്കറിയില്ല എന്താ സംഭവം. ഇതെന്താണ് വലുതായിട്ട് വായിക്കണ്ടല്ല. നമുക്ക് എന്തെങ്കിലും കൊടുത്തളയാ. എന്തോ വലുതായിട്ടൊക്കെ വായിക്കണ്ട്. ഇതൊക്കെ എന്താ? നമുക്ക് അപ്പോൾ നമ്മളെ ഉള്ള കാശ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മേടിക്കാം. ലൈറ്റ് ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനം മേടിക്കാം. നമ്മുടെ ഇപ്പോൾ ലൈറ്റ് ക്യാപ്പ് നമ്മളെ തൊപ്പി തലയിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം? എന്ത് ഗെയിമാണെന്നും കൂടി നമുക്കറിയാണ്ട് നമ്മൾ ഗെയിം കയറ്റിയേക്കണത്. ഇവിടെ എന്തോ ഇതൊക്കെ ഉണ്ട്. ബ്ലാക്ക് സ്മിത്ത് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ ഉണ്ട്. അതെന്നെങ്കിലായിട്ട് നമുക്ക് പുറത്തോട്ട് പോയി നോക്കിയാലോ. അതെന്തോ എന്തൊക്കെ ഉണ്ടോ, എന്തോ കളിക്കാനൊക്കെ ഉണ്ട്.
ആ ഡെയിലി ഇതെന്ത് സംഭവം? ആ നമുക്കപ്പോൾ പുറത്തോട്ട് പോയി നോക്കാം എന്താണ് പുറത്തുനിന്ന്. അവിടെ എന്തോ പൊട്ടിയൊക്കെ തിരക്കുണ്ട് ഗൈസ്. സ്കെൽട്ടൺ എൻ്റെ മോനെ ഒളിക്കായിരിക്കോ? അമ്മേ ആ സ്കെൽട്ടണ്ടാ, ഇതെന്താ സംഭവം? എൻ്റെ മോനെ അടിച്ചുറക്കം, സ്കെൽട്ടൺ അടിച്ചുറക്കം. ആ പൊളി ദേ ഗോൾഡൊക്കെ ഇട്ടേക്കണം. ഇതെന്ത് ദേവൻ ചിന്തവനെ പാട്ട അഡേവണ്ടല്ലോ. ചെഞ്ചമ്മ അടിപൊളി കുഴപ്പമാട്ട കൈസ്. കാട്ടോ സ്കെൽട്ടൺ ചെഞ്ചമ്മോനെ എന്താണ് ചറ പറയാന്ന് പറഞ്ഞോണ്ടിരിക്കാനുള്ള ചെഞ്ചമ്മോനെ അടിച്ചെല്ലാത്തിനും എല്ലാം കഷ്ണമാക്കിയിട്ടുണ്ട്. പടിയും പൊട്ടിത്തെറിയിക്കുന്നുണ്ട് കായ്സ്. പൊട്ടിത്തെറിയില്ലട്ടാ, സ്കെൽട്ടൺ ഉണ്ടാവണത്. എന്താ ഗെയിമിൻ്റെ പേരാണ് പുറത്താ ഈവിൾസ് ലാൻഡ് എന്നായിരുന്നു. വെറുതെ ഇത് ഈവിൾസ് ലാൻഡാ, അതുകൊണ്ടാണ്. ദേ എന്തോ സാധനമൊക്കെ അടിക്കണ്ട്. ദേ ചുമന്ന സ്കെൽട്ടൺ കൈ. എവിടെ എന്തോ സാധനം അടിക്കണ്ടിട്ടാ. നമുക്ക് ഇതിനൊക്കെ കൊല്ല, അല്ല നമുക്ക് തിരിച്ചു പോവാ. പേടിയാണ് ചെറിയായിട്ട്. എന്തോ സാധനമൊക്കെയാണ്. നമ്മുടെ ലൈഫ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. 962 944 നമുക്ക് ജീവൻ കിട്ടും. പിന്നെ മോനെ പിന്നെയും ബാക്കി ഞാൻ കൊല്ലുവാണ്. എൻ്റെ മോനെ ജവൻ അവിടെ നിന്ന് സ്കെൽട്ടനെ കൊണ്ട് നമുക്ക് സഹായിക്കാവും. എൻ്റെ മോനെ എന്ത് ഗെയിമാണ്, അസ്ഥിക്കുളം മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ നേരെ വിചാരിച്ച ഞാൻ അടുത്ത് വല്ല സ്റ്റോറിയുള്ള ഗെയിമാണ്, ഇത് റോൾ പ്ലേയിങ് ആണ്. ശരിയേ ഇത്രയും പൊട്ട ഗെയിമാണ് ഞാൻ കയറ്റിയ. പൊട്ട ഗെയിമല്ല, ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാം, പക്ഷേ സ്റ്റോറി ഒന്നും ഇല്ലാത്ത കഥയാണ്. പിന്നെ മൊബൈലിൽ സ്റ്റോറിയുള്ള ഗെയിംസ് കുറവാണല്ലോ, അതുകൊണ്ട് നമ്മൾ റൺ റിയോൺ മാസ്റ്റർ ലോക്കിംഗ് ഫോർ പവർഫുൾ റൂൺസ് ട്രാവലർ അത് അൺലോക്ക് ചെയ്യണം. ലോക്കറാണ് ഇതൊക്കെ. ഇങ്ങനെ 10 ലെവലാകുമ്പോൾ അൺലോക്ക് കാണിച്ചോളൂ. ഇതവിടെ എന്താ ഇവനോടാണല്ലോ ടോക്ക് ചെയ്യണ്ട, ആൽഫിനോട്. ഇവനോട് എന്തോ ചോദിക്കണം. നമുക്ക് MAIB സർവീസ് കൊടുക്കാം, MAIB ഓഫ് സർവീസ്. നമുക്ക് ഓറഞ്ചെല്ലാം കൊടുത്തള ഇനി കേട്ടാ. കിൽ 3 സ്കെൽട്ടൺ ജസ്റ്റ് 1. 3 സ്കെൽട്ടനെ കൊല്ലണമെന്ന് അതിനകത്ത് പറഞ്ഞിരിക്കണം. നമുക്കപ്പോൾ നേരത്തേക്കൊന്നൊക്കെ വെറുതെ ചമ്മിപ്പോയി. നമുക്കിപ്പോൾ പോയി സ്കെൽട്ടൺ നമുക്ക് കൊല്ലാം. കമ്മൂൺ അവളാ സ്കെൽട്ടൺ സ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് ആ സ്പോണായ സ്കെൽട്ടൺ 3 അക്കത്തിനും കൊല്ലാം. 3 എണ്ണം തന്നെ 3 അക്കത്തിനും കൊല്ലാം. 3 എണ്ണം കൂടി ഇപ്പോൾ കുറേ പേര്. എൻ്റെ മോനെ പവറൊക്കെ ഉണ്ട. എൻ്റെ മോനെ ജീവൻ സ്കെൽട്ടൺ. ആ പിന്നെയും ടോക്ക് ടു ആൽഫിനോട് പിന്നെ സംസാരിക്കാന്നൊക്കെ പറയാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ബാക്കിൽ പോകാനായിട്ടുണ്ട് സ്കെൽട്ടൺ. നമുക്ക് ആൽഫിനോട് സംസാരിക്കാം. നമുക്ക് ആ ഓറഞ്ചെല്ലാം കൊടുത്തളയാ. എന്താ വന്യം ബൈ 4 കളക്ട് റിവാർഡ്സ് കിട്ടി ഗൈസ്. നമുക്ക് റിവാർഡ് കിട്ടി. ഇതൊക്കെ എന്താ ടോക്ക് ടു ബസ്റ്റർ. അതൊക്കെ ലെവലപ്പ് ആക്കാൻ പറഞ്ഞു. സ്ട്രെങ്ത് ലെവലപ്പ് ആക്കാൻ നമുക്ക് മൊത്തം എത്ര വേണമെങ്കിൽ ലെവലപ്പ് 11 ലെവൽ കൂടിയിട്ടുണ്ട് ഇപ്പോൾ സ്ട്രെങ്ത്. നമുക്ക് ബാക്ക് ഇതൊക്കെ എന്താ നമുക്ക് ബസ്റ്ററിനോട് സംസാരിക്കണം. ബസ്റ്റർ എവിടെ? നമുക്ക് ഓറഞ്ച് എല്ലാം അങ്ങോട്ട് കൊടുത്തളയാം. ഓറഞ്ച് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഗ്യാദർ ഹെർബ്സ് 5 ഹെർബ്സിന് ഗ്യാദർ ചെയ്യാൻ പറഞ്ഞേക്കണം. നമുക്ക് ഗ്യാദർ ഇട്ട് തരാം. കുഴപ്പമില്ല, സ്റ്റോറൊന്നുമില്ല. ഇത് ഒരുമാതിരി പണിയടിപ്പിക്കണ ഗെയിമാണ്. ഇന്ത്യ പണിയൊക്കെ പൊട്ടി
എന്ത് വരാത്ത് വെട്ടിയിട്ട് കൈ വെച്ച് കിട്ടിയെടുക്കണം. കൈ വെച്ച് കിട്ടിയെടുക്കണം. ഇനി അപ്പുറത്ത് 5 ഗ്യാദർ ചെയ്യണം. 5 ഇടയിലേ വല്ലാതെ വലിച്ചുമുട്ടുണ്ടെങ്കിലേ മറ്റേ സാധനത്തിന് എനിക്ക് പേടിയാണ്ട് വന്നിട്ട് അവസാനം വരാണ്ടിരിക്കാൻ നോക്കണം. വന്നാ കൊല്ലും. വന്നേക്കണം അവിടെ ഇരിക്കണ്ട ഐസ് ആ സ്റ്റോണിൻ്റെ പുറകെ ജയിക്കണം. നമുക്ക് ഇവിടെ വിടാം. ഇനി 2 കൂടി ഗ്യാദർ ചെയ്യണുള്ളൂ. 2 കൂടി ഗ്യാദർ ആയിട്ട് നമുക്ക് തിരിച്ച ബസ്റ്ററാ അങ്ങനെ അവൻ്റെ അടുത്ത് അങ്ങോട്ട് പോവാം. ഒരെണ്ണം കൂടി ഗ്യാദറാണുള്ളൂ. ഗ്യാദറി പോകായി നമ്മ ഗ്യാദർ ചെയ്തിട്ട് ലെവലപ്പായിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. വന്നി ബാക്കിൽ സ്കെൽട്ടൺ. അയ്യോ നമുക്ക് സ്പീഡ് കൂട്ടി പോവാ. ഓർഡർ സംഭവമുണ്ട്. ബസ്റ്റർ ബസ്റ്റർ ഇത് 2 റൗണ്ടല്ല നമുക്ക് ഡു ഹെൽപ്പ്. റൗണ്ട് നോക്കി നമുക്ക് ക്വിസ്റ്റ് കംപ്ലീറ്റ് ആക്കിയ റിവാർഡ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാ ഇന്നത്തെ വീഡിയോ ഇവിടം വരുള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ഞാൻ ഇടും, ഉറപ്പായിട്ടും ഇടും. അപ്പം നിങ്ങൾക്ക് ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.